+2 ഫിസിക്സ് ഒപ്റ്റിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് നോട്ട്സും ക്വസ്റ്റ്യൻസും നോക്കാം. റിലേഷൻ ബിറ്റ്വീൻ ഫോക്കൽ ലെങ്ത് ആൻഡ് റേഡിയസ് ഓഫ് കർവേച്ചർ ഇക്വേഷൻ പഠിച്ചിരിക്കട്ടെ. F = r/2 എന്നുള്ള ഇക്വേഷൻ പഠിച്ചിരിക്കുക. പിന്നെ മിറർ ഇക്വേഷൻ essay ആയിട്ടോ അല്ലെങ്കിൽ 3 മാർക്കിന്റെ അല്ലെങ്കിൽ 4 മാർക്കിന്റെ ഒക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് മിറർ ഇക്വേഷൻ. ഈ റേ ഡയഗ്രം ഒക്കെ വരയ്ക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് അതിന്റെ ആരോ മാർക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരോ മാർക്കൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് നിങ്ങൾ വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് റിഫ്രാക്ഷൻ അറ്റ് സ്പെറിക്കൽ സർഫസ് ആണ്. സ്പെറിക്കൽ സർഫസിലെ റിഫ്രാക്ഷനെ കുറിച്ചുള്ള അതും ഡയഗ്രവും അതിന്റെ ഡെറിവേഷൻസും കാര്യങ്ങളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. അത് മിക്കപ്പോഴും എസ്സേ ടൈപ്പ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം ചിത്രം ഇമ്പോർട്ടൻ്റ് ആണ്, ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്, ഫിഗറിന്റെ ആരോ മാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം അതുപോലെ തന്നെ സയൻസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കി തന്നെ വരച്ച് തന്നെ പഠിക്കുക കേട്ടോ. അതുപോലെ തന്നെയാണ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ളതാണ് റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം എന്ന് പറഞ്ഞിരിക്കുന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്സേ ക്വസ്റ്റൻ ആണ് കേട്ടോ. അതും ചിത്രം ഇമ്പോർട്ടൻ്റ് ആണ്, ഫിഗറിന് മാർക്കുണ്ട്, അതുപോലെ ഡെറിവേഷൻസിനും സ്റ്റെപ്സിനും ഒക്കെ മാർക്കുണ്ട്, ആരോ മാർക്കൊക്കെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ അതിന്റെ ID കർവ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ID കർവ് നിങ്ങൾ വരയ്ക്കേണ്ടതായിട്ട് വരും. പിന്നെ ഉള്ളത് സിമ്പിൾ മൈക്രോസ്കോപ്പ് ആണ് കേട്ടോ. മൈക്രോസ്കോപ്പിന് സിമ്പിൾ മൈക്രോസ്കോപ്പ് ഉണ്ട്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഉണ്ട്. സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ മാഗ്നിഫിക്കേഷൻ ഇക്വേഷനും കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുക, ചിത്രവും മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. കൂടുതലായിട്ടും ചോദിച്ചു കാണുന്ന കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആണ്. അതിന്റെ ഇമേജ് ഫോർമേഷൻ അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫിഗർ ഒക്കെ നിങ്ങൾ വരച്ച് തന്നെ പഠിക്കുക. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് 1-2 പ്രാവശ്യം വരച്ച് തന്നെ പഠിക്കുക. ആരോ മാർക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഹൈജീൻസ് പ്രിൻസിപ്പിൾ ആണ് കേട്ടോ. ഹൈജീൻ പ്രിൻസിപ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിന്റെ ചോദിക്കാം. അതിന്റെ കൂട്ടത്തിൽ തന്നെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് റിഫ്രാക്ഷൻ ഓഫ് എ പ്ലെയിൻ വേവ് യൂസിങ് ഹൈജീൻ പ്രിൻസിപ്പിൾ. അതുപോലെ റിഫ്ലക്ഷൻ ഓഫ് എ പ്ലെയിൻ വേവ് യൂസിങ് ഹൈജീൻ പ്രിൻസിപ്പിൾ. അപ്പോൾ ഹൈജീൻ പ്രിൻസിപ്പിൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ തന്നെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ഒന്നെങ്കിൽ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ റിഫ്രാക്ഷന്റെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, പഠിക്കുക കേട്ടോ. പിന്നെ ഇന്റർഫറൻസ് എന്താണെന്ന് ചോദിക്കാം, കണ്ടീഷൻസ് ഫോർ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്, അതുപോലെ തന്നെ കണ്ടീഷൻ ഫോർ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്, അതിന്റെ ഇക്വേഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുക, പഠിക്കുക. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ആണ് അടുത്തുള്ളത്. അതിന്റെ പാത്ത് ഡിഫറൻസ്, ഡാർക്ക് ബാൻഡും ഉണ്ട് ബ്രൈറ്റ് ബാൻഡും ഉണ്ട്. അതിന്റെ പാത്ത് ഡിഫറൻസിന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ പഠിക്കാനുള്ളതാണ് മാലസ് ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മാലസ് ലോയുടെ ഇക്വേഷനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ റേ ഒപ്റ്റിക്സ് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതുപോലെയുള്ള വീഡിയോസിന് ഫോളോ ചെയ്യുക. താങ്ക്